നമസ്കാരം. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി വധശ്രമം ഭയന്ന് രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് പിതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വസതിക്ക് നേരെയുണ്ടായ US-ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മൊജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് വിവരം. മുഖത്ത് പൊള്ളലേറ്റും കാലിന് പരിക്കേറ്റും അവശനിലയിലായ അദ്ദേഹം അതീവ സുരക്ഷാ വലയത്തിലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന് ശേഷം മൊജ്തബ ഖമനേയി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ പിന്തുടരുമെന്ന ഭയത്താൽ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർമാരും ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് ഒഴിവാക്കുകയാണ്. സന്ദർശകരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഒളിത്താവളം കണ്ടെത്താൻ ശത്രുക്കൾക്ക് സാധിക്കുമെന്ന ആശങ്കയാണ് ഈ കടുത്ത നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം. വ്യോമാക്രമണത്തിൽ മൊജ്തബയുടെ മുഖത്തിനും ചുണ്ടിനും കടുത്ത പൊള്ളലേറ്റിട്ടുണ്ട്. ഇതുമൂലം സംസാരിക്കാൻ അദ്ദേഹം ഏറെ പ്രയാസപ്പെടുകയാണ്. പ്ലാസ്റ്റിക് സർജറിക്ക് പുറമെ പരിക്കേറ്റ കാലിൽ 3 ശസ്ത്രക്രിയകൾ കഴിഞ്ഞതായും കൃത്രിമക്കാൽ ഘടിപ്പിക്കാനുള്ള കാത്തിരിപ്പിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൈക്കും ശസ്ത്രക്രിയ വേണ്ടിവന്നെങ്കിലും ഇതിന്റെ പ്രവർത്തനം സാവധാനം മെച്ചപ്പെടുന്നുണ്ട്. ശാരീരികമായി തളർന്നുവെങ്കിലും മൊജ്തബ ഖമനേയിയുടെ മാനസിക ആരോഗ്യം തൃപ്തികരമാണെന്നും അദ്ദേഹം ഭരണകാര്യങ്ങളിൽ സജീവമാണെന്നും ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ തന്റെ അവശത ലോകം അറിയാതിരിക്കാൻ വീഡിയോ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവിടുന്നതിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുകയാണ്. ദൗർബല്യം പ്രകടിപ്പിക്കുന്നത് ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ഭയമാണ് ഇതിന് പിന്നിൽ. ആശയവിനിമയത്തിനായി വിചിത്രവും എന്നാൽ സുരക്ഷിതവുമായ മാർഗമാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഒഴിവാക്കി കത്തുകൾ വഴിയാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. സീൽ ചെയ്ത കവറുകൾ വിശ്വസ്തരായ ദൂതന്മാർ വഴി രഹസ്യപാതകളിലൂടെ കൈമാറുന്നു. മോട്ടോർ സൈക്കിളുകളിലും കാറുകളിലുമായി സഞ്ചരിക്കുന്ന ഈ കണ്ണികൾ വഴിയാണ് ഭരണപരമായ തീരുമാനങ്ങൾ പുറത്തെത്തുന്നത്. ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയായ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ആരോഗ്യമന്ത്രി എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് മൊജ്തബയുടെ ചികിത്സ നടക്കുന്നത്. ഭരണകൂടം ഇത്രയേറെ രഹസ്യാത്മകത പുലർത്തുന്നത് ഇറാന്റെ നേതൃനിരയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഖമനേയി രാജ്യം ഭരിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ജനറൽമാരെ ആശ്രയിച്ചാണെന്നാണ് റിപ്പോർട്ട്. ജനറൽമാരുടെ ബോർഡിന്റെ ഉപദേശത്തെ ആശ്രയിച്ചാണ് ഇറാനിലെ ഭരണമെന്നും ബോർഡിന്റെ ഡയറക്ടർ എന്ന നിലയിലാണ് മൊജ്തബ പ്രവർത്തിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടുകളുള്ളത്. ഇറാൻ നേതൃത്വത്തിന്റെ പ്രതിസന്ധിയെ പരിഹസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ നേതാവ് ആരാണെന്ന് അവർക്ക് പോലും ഇപ്പോൾ അറിയില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. ഞങ്ങൾ ഇറാന്റെ 3 നിര നേതാക്കളെ വധിച്ചു കഴിഞ്ഞു. രാജ്യാന്തര തലത്തിൽ സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലാണ്. നേതാവ് ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിനാണ് ഭരണത്തിന്റെ ചുമതല. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് ആണ് ഈ സമിതിയുടെ പ്രധാന മുഖം. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഇദ്ദേഹമാണ്. റവല്യൂഷണറി ഗാർഡ്സിന്റെ മുൻ ജനറൽ കൂടിയായ ഗാലിബാഫിന് ഭരണകൂടത്തിലും സൈന്യത്തിലും വലിയ സ്വാധീനമുണ്ട്. അതിനിടെ ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചതിനെ തുടർന്ന് ആഗോള എണ്ണ വിപണി കടുത്ത പ്രതിസന്ധിയിലാണ്. ആണവായുധ നിർമ്മാണം ഉപേക്ഷിക്കണമെന്ന US ആവശ്യം അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകാത്തതാണ് തർക്കം ഇനിയും നീളാൻ കാരണം.